കഴിഞ്ഞ വർഷം അട്ടപ്പാടി മുക്കാലി വനമേഖലയിൽ ഫോട്ടോഗ്രാഫറായ ബെന്നി കൊല്ലപ്പെട്ടത് മാവോയിസ്റ്റുകളുടെ വെടിയേറ്റാണെന്ന പോലീസ് വാദത്തിനെതിരെ ബെന്നിയുടെ ഭാര്യ രംഗത്ത്. മാവോയിസ്റ്റുകൾ തന്റെ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുമെന്ന് കരുതുന്നില്ലെന്ന് സുനി പറഞ്ഞു. പ്രതിയെ ഇതുവരെ പിടികൂടാത്ത പോലീസിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സുനിയും കുടുംബവും. ഞാൻ ആഭ്യന്തരമന്ത്രിയായപ്പോൾ 5 തവണ പോലീസിൽ നേർക്ക് വെടിവെപ്പുണ്ടായി. ഇവിടെ ബെന്നി എങ്ങനെയാണ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അവർ പോലീസിൻ്റെ വെടിവെപ്പ് കൊണ്ടല്ലല്ലോ, മാവോയിസ്റ്റുകളുടെ വെടിവെപ്പ് കൊണ്ടാണ്. മാവോയിസ്റ്റുകളെ പ്രതിക്കൂട്ടിലാക്കി മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകമാണ് ആ വാക്കുകളെ പൂർണ്ണമായി തള്ളി കൊല്ലപ്പെട്ട ബെന്നിയുടെ ഭാര്യ സുനി രംഗത്തെത്തിയത്. തന്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നത് മാവോയിസ്റ്റുകളാണോ തണ്ടർബോൾട്ട് സേനയാണോ എന്നറിയില്ലെന്ന് പറഞ്ഞ അവർ മാവോയിസ്റ്റുകൾ അങ്ങനെ ചെയ്യുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ലെന്നും റിപ്പോർട്ടറോട് വ്യക്തമാക്കി. അങ്ങനെ ഒരു പ്രതീക്ഷ എന്തായാലും എനിക്കില്ല. പോലീസ് അന്വേഷണത്തിൽ എന്തായാലും തൃപ്തിയില്ല. 2 വർഷത്തോളമായിട്ടും ഇതിന്റെ ഒരു സൂചന അവരൊന്നും തന്നിട്ടില്ല. 2015 ഫെബ്രുവരി 12-നാണ് അട്ടപ്പാടിയിലെ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായ ബെന്നി മുക്കാലി വനമേഖലയിലെ ഭവാനിപ്പുഴയുടെ തീരത്ത് വെടിയേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഷെല്ലിയെ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതെ വന്നതോടെയാണ് മാവോയിസ്റ്റുകളാണ് ബെന്നിയെ വെടിവെച്ചതെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയതെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ അന്ന് വിശദീകരിച്ചിരുന്നു. ഭർത്താവിന്റെ കൊലയാളിയെ പിടിക്കാത്ത അന്വേഷണ സംഘത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സുനി. രമേശ് നെന്മാറയ്ക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.